ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂലൈ 25 വിശുദ്ധ യാക്കോബ് ശ്ലീഹ. യാക്കോബിൻ്റെ മാതാപിതാക്കളുടെ പേര് സെബദി എന്നും സലോമി എന്നുമായിരുന്നു. മത്സ്യത്തൊഴിലാളിയായിരുന്നു സെബദി. പത്രോസ് ശ്ലീഹായും സെബദിയും ഒന്നിച്ച് മത്സ്യബന്ധനം നടത്തി പോരുകയായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. പൂർവ്വപിതാക്കന്മാർ എഴുതിയിരിക്കുന്ന പല രേഖകളിലും കാണുന്നത് സെബദി ഒരു സമ്പന്നനായ മനുഷ്യനായിരുന്നു എന്നാണ്. സെബദിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന വഞ്ചിയിലാണ് പത്രോസ് മീൻ പിടിക്കാൻ പോയിരുന്നത്. യാക്കോബിൻ്റെ അമ്മയായ സലോമി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹോദരിയായിരുന്നുവെന്നും കണക്കാക്കപ്പെടുന്നു. യേശുവിൻ്റെ മറ്റൊരു ശിഷ്യനും പ്രായത്തിൽ ഇളയവനുമായിരുന്നു യൂദാസ് തദേവൂസിൻ്റെ അച്ഛനായിരുന്ന വലിയ യാക്കോബ് എന്നും ഒരു വാദമുണ്ട്. ഇത് ശരിയെങ്കിൽ യേശുവിൻ്റെ ശിഷ്യനാകുമ്പോൾ യാക്കോബിന് 40-നടുത്ത് പ്രായമുണ്ടായിരിക്കണം. യേശു പല അത്ഭുത പ്രവർത്തനങ്ങളും നടത്തിയപ്പോൾ യാക്കോബ് അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷങ്ങളിൽ കാണാം. യേശുവിനെ യഹൂദന്മാർ തടവിലാക്കുന്നതിന് മുൻപ് ഗത്സമൻ തോട്ടത്തിൽ അവിടുന്ന് പ്രാർത്ഥനയ്ക്കായി എത്തിയപ്പോഴും യാക്കോബ് ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ തടവിലാക്കിയ ശേഷമുള്ള സന്ദർഭങ്ങളിൽ യാക്കോബിനെ കാണാനില്ല. സെബദി പുത്രന്മാരുടെ അമ്മയായ സലോമിയും മകൻ യോഹന്നാനും ഉണ്ടായിരുന്നുവെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ മറ്റ് ശിഷ്യന്മാരെ പോലെ യാക്കോബ് ഓടി ഒളിച്ചു. പിന്നീട് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പന്തക്കോസ്താ ദിനത്തിലാണ് യാക്കോബിനെ വീണ്ടും ശിഷ്യന്മാർക്കൊപ്പം കാണുന്നത്. യഹൂദന്മാരെ പേടിച്ച് ഒളിച്ചോടിയ യാക്കോബ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതോടെ ശക്തി പ്രാപിച്ചു. മറ്റ് ശിഷ്യന്മാരെ പോലെ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനം നടത്തി. സമറിയ, സ്പെയിൻ, യൂദായ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചിരുന്നത്. സ്പെയിനിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയപ്പോൾ വളരെ ചെറിയൊരു വിഭാഗത്തെ മാത്രമേ യാക്കോബിന് യേശുവിൻ്റെ വഴിയെ കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളൂ. ഇതിൽ ദുഃഖിതനായിരുന്ന യാക്കോബിൻ്റെ മുന്നിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുകയും മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു ദേവാലയം പണിയുകയുമായിരുന്നു. നിരവധി അത്ഭുത പ്രവൃത്തികളും യാക്കോബ് ശ്ലീഹായുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. 5 ആഴ്ച മുൻപ് മരിച്ച ഒരു ബാലനെ യാക്കോബ് ശ്ലീഹ ഉയർപ്പിച്ചു. എന്നാൽ ഈ സംഭവം കേട്ടപ്പോൾ ആ ബാലൻ്റെ പിതാവ് പോലും പരിഹസിച്ചു. താൻ കഴിച്ചുകൊണ്ടിരുന്ന പക്ഷി ഇറച്ചി നോക്കി അയാൾ പറഞ്ഞു, മരിച്ചുപോയ എൻ്റെ മകൻ ജീവിച്ചു എന്ന് കേൾക്കുന്നതും ഞാനിപ്പോൾ കഴിക്കുന്ന പക്ഷിക്ക് ജീവൻ വയ്ക്കുന്നതും ഒരുപോലെയാണ്. അയാളിത് പറഞ്ഞു കഴിഞ്ഞതും പാത്രത്തിൽ കിടന്ന പക്ഷിക്ക് ജീവൻ വയ്ക്കുകയും അത് പറന്നു പോവുകയും ചെയ്തു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ആദ്യം രക്തസാക്ഷിത്വം വരിച്ചതും യാക്കോബായിരുന്നു. നടപടി പുസ്തകത്തിൽ യാക്കോബിൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അക്കാലത്ത് ഹെരോദേസ് രാജാവ് സഭയിൽപ്പെട്ട യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. AD 42-44 കാലത്താണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് കരുതാം. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം വളരെ പെട്ടെന്ന് വിപുലീകരിക്കപ്പെട്ടപ്പോൾ ആ പേരിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹായെ ഹെരോദേസ് അഗ്രീപ്പ തടവിലാക്കുകയും നെഞ്ചിലൂടെ വാൾ കയറ്റിവിട്ട് കൊല്ലുകയുമായിരുന്നു.